2026 രാജ്ഭവനിൽ ആരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക? രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായിട്ട് ആര് വരും? പിണറായി വിജയൻ നയിക്കും, പക്ഷേ മുഖ്യമന്ത്രി ആവാനുണ്ടാവില്ല. ഇതാണ് എം എ ബേബിയുടെ സ്റ്റാൻഡ്. ഗോവിന്ദൻ മാഷും അത് പറഞ്ഞു കഴിഞ്ഞു. പിണറായി ആയിരിക്കും നയിക്കുന്നത്, പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇനി പിണറായി വിജയൻ നയിക്കുകയും മത്സരിക്കുകയും പിണറായിയിലെ എം എൽ എ ആയിരിക്കുകയും പിന്നെ മുഖ്യമന്ത്രി മറ്റൊരാൾ വയ്ക്കുകയും ചെയ്യുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. അപ്പോൾ ഇത് തന്നെ മനസ്സിലാവാത്തൊരു രാഷ്ട്രീയമാണ്. പക്ഷേ എന്നാൽ അങ്ങനെ ഒരു വാർത്ത ഇങ്ങനെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോകുന്നുണ്ട്. സാറ്റലൈറ്റ് ചാനലിലൊക്കെ വന്നതാണ്. ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ള എം എ ബേബിയുടെ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നു. ഇപ്പോൾ പറയാൻ കഴിയില്ല, എന്തായാലും പിണറായി നയിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ പിണറായി നയിച്ചില്ലെങ്കിൽ, അല്ലെ പിണറായി മാറിയാൽ, ഇനി തെരഞ്ഞെടുപ്പിന് പിണറായി തന്നെ പിന്നെ ഒരു ചാമ്പ്യനായി, ലീഡറായി, ക്യാപ്റ്റനായി, കപ്പിത്താനായിട്ടൊക്കെ വന്നാലും ആരായിരിക്കും മുഖ്യമന്ത്രി? 2 പേരുകളാണ് ഇപ്പോൾ കറങ്ങുന്നത്. 3 പേര് കറങ്ങുന്നുണ്ട്, എന്നാലും 2 പേർ. ഒന്ന് ശൈലജ ടീച്ചർ, കാരണം കണ്ണൂരിൽ നിന്നാണെങ്കിൽ ജയരാജന്മാർക്ക് ഇനി ആവാനുള്ള സാധ്യത കുറവാണ്. ഇ പി ജയരാജൻ വലിയ സാധ്യത ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം പല രൂപത്തിൽ പരാജയപ്പെടുകയുണ്ടായി, വിവാദങ്ങളിൽ ചെന്നുപെട്ടു, RSSനെ കണ്ടു, അങ്ങനെ പല വിവാദങ്ങളിലൊക്കെ ചെന്നുപെട്ടു. അതിലേക്ക് പോകുന്നില്ല നമ്മൾ. അപ്പോൾ എന്തായാലും ഇ പി ജയരാജന് സ്കോപ്പില്ല. പി ജയരാജൻ വളർന്നു വന്ന വലിയ മുഖ്യമന്ത്രിയൊക്കെ ആകാൻ സാധ്യത ഉണ്ടായിരുന്ന വലിയ നേതാവായിരുന്നു. പക്ഷെ അദ്ദേഹം PJ ആർമി, റെഡ് ആർമി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മറ്റു രൂപത്തിലേക്കൊക്കെ പോയി വിവാദങ്ങളിലൊക്കെ ചെന്നുപെട്ടു. ഈ ഇടയ്ക്കും DGP വച്ചതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിലൊക്കെ പെട്ട് അദ്ദേഹം അമിതാവേശത്തിൽ അദ്ദേഹവും ഇപ്പോൾ രംഗത്തില്ല. എം എ ജയരാജന് അതിനുള്ളൊരു ആംബിയൻസ് ഉണ്ടെന്ന് കരുതുന്നില്ല, പാർട്ടിയും കരുതുന്നില്ല. പിന്നെ ഉള്ളത് ആരാണ്? പിന്നെയുള്ളത് ശൈലജ ടീച്ചർ മാത്രമാണ്. അത് കഴിഞ്ഞാൽ തെക്ക് നിന്നാണ് ഇപ്പോൾ എടുക്കുന്നതെങ്കിൽ ഒരു ന്യൂനപക്ഷത്തിൻ്റെ മുഖമായിട്ട് കൂടി കൊടുക്കുകയാണെങ്കിൽ ഡോക്ടർ തോമസ് ഐസക്കിന് കൊടുക്കും. തോമസ് ഐസക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം വെറുതെ ഇരിക്കുന്ന ഒരു മനുഷ്യനല്ല. അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്, 2 പ്രാവശ്യം മന്ത്രിയായി. ഇനി അദ്ദേഹത്തിനെ കൊള്ളൂല, അല്ലെങ്കിൽ അദ്ദേഹം വേണ്ട എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ പല കാരണങ്ങളാൽ, ചിലപ്പം പിണറായിയുടെ ഈഗോ ആയിരിക്കാം, കോംപ്ലക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭീഷണിയാകും എന്നുള്ളതായിരിക്കാം. 2 പ്രാവശ്യം കൂടി ധനകാര്യമന്ത്രിയായി, ഇനി 1 പ്രാവശ്യം കൂടി ധനകാര്യമന്ത്രിയാക്കിയാൽ അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആകാൻ അപ്രമാദിത്വത്തോടുകൂടി തോമസ് ഐസക്ക് വരും. അതിൻ്റെ ആവശ്യമില്ല. ഇദ്ദേഹം വേറൊരു കക്ഷി VSൻ്റെ ഗ്രൂപ്പുകാരനാണ്. ഇടയ്ക്കിങ്ങനെ പിണറായിയുടെ അടുത്തൊക്കെ വന്നെങ്കിലും VSൻ്റെ ഗ്രൂപ്പുകാരനാണ്. ഒറിജിനലി രക്തത്തിൽ VS ആണ് കിടക്കുന്നത്. അതുകൊണ്ട് വേണ്ട എന്ന് പിണറായി തീരുമാനിച്ചത് കൊണ്ട് കൂടിയാണോ എന്നറിയില്ല. എന്തായാലും തോമസ് ഐസക്കിനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറക്കി വിട്ടു. പക്ഷേ ഐസക്കിൻ്റെ ഒരു വലിയ പ്രത്യേകത, എവിടെ കൊണ്ടിട്ടാലും 4 കാലിൽ അദ്ദേഹം ജീവിക്കും. അദ്ദേഹത്തിന് ജനങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വളരെ വൈകാരികതയാണ്. അത് കുട്ടികളാവട്ടെ, ആദിവാസികളാവട്ടെ, ദരിദ്രരാവട്ടെ, പാവപ്പെട്ടവരാവട്ടെ, സമ്പന്നരാവട്ടെ, വലിയ സംജ്ഞ, പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ടും അതിൻ്റെ ഒരു അംബാസഡറായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറച്ച് നെറ്റ്വർക്കുമുണ്ട് കേരളത്തിൽ. ഇദ്ദേഹം ഇപ്പോൾ വിജ്ഞാന കേരളം എന്ന് പറഞ്ഞ്, ജനകീയാസൂത്രണം പോലെ, സാക്ഷരത പോലെ സൈലൻ്റ് ആയിട്ട് വിജ്ഞാന കേരളം എന്ന് പറഞ്ഞ് കേരളത്തിലാകെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ആരോഗ്യമില്ലാത്ത, പ്രായം കഴിഞ്ഞ ഒരാളിന് എങ്ങനെയാണ് ഇത്രയും സഞ്ചരിക്കാൻ കഴിയുക? അപ്പോൾ കേരളം മുഴുവൻ സഞ്ചരിക്കാൻ തോമസ് ഐസക്ക് കൊള്ളാം, സെക്രട്ടേറിയറ്റിൽ നിന്ന് ഭരിക്കാൻ കൊള്ളൂല എന്നുള്ള പിണറായിയുടെ ആ നോട്ടം പിശകായി പാർട്ടി കരുതുന്നു. അതുകൊണ്ട് തോമസ് ഐസക്കിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു ന്യൂനപക്ഷ മുഖവുമാവും. എന്നാൽ തോമസ് ഐസക്കിനെ പോലെ ആൾ വയ്ക്കുമ്പോൾ ഭൂരിപക്ഷത്തിന് ബഹളം ഉണ്ടാക്കാനും പറ്റത്തില്ല. കാരണം 2 പ്രാവശ്യം ധനകാര്യമന്ത്രിയൊക്കെ ആയിരുന്ന ആൾ പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്നു. അപ്പോൾ തോമസ് ഐസക്കിനെ വയ്ക്കുമ്പോൾ അതിനകത്തൊരു എതിർപ്പ് വരേണ്ട കാര്യമില്ല. അപ്പോൾ തോമസ് ഐസക്ക് എല്ലാവർക്കും ഒരു താല്പര്യമുള്ളൊരു കക്ഷിയാണ്. അപ്പോൾ തോമസ് ഐസക്കാണോ? പക്ഷേ ഒരു പ്രശ്നമുള്ളത്, തോമസ് ഐസക്കിന് തന്നെ ബദലായി ബാലഗോപാലിനെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് പിണറായി. അപ്പോൾ ഇനി അടുത്ത് ബാലഗോപാലാണോ അടുത്തൊരു ചോദ്യം, അല്ലെങ്കിൽ രാജീവാണോ? പിന്നെ ഗോവിന്ദൻ മാഷ്, അല്ലെങ്കിൽ എം എ ബേബി, ഇങ്ങനെ 4-5 പേരുകളിലാണ് ഇടതുപക്ഷത്തിൽ നിൽക്കുന്നത്. വലതുപക്ഷത്തിലാണെങ്കിൽ ഒരു നിര തന്നെയുണ്ട്. VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, സണ്ണി ജോസഫ് KPCC പ്രസിഡൻ്റാണ്, മുൻ KPCC പ്രസിഡന്റ് സുധാകരനുണ്ട്, കെ മുരളീധരനുണ്ട്, പിന്നെ MM ഹസൻ തുടങ്ങിയ കുറേ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 6-7 പേര് തന്നെ കോൺഗ്രസ്സിൽ ഇങ്ങനെ ഷർട്ടടിച്ചിട്ടുണ്ട്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം വരികയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ, സുരേഷ് ഗോപിയോ, കുമ്മനം, കുറേ പേരുണ്ട്. പക്ഷേ എന്തായാലും BJP അങ്ങനെ ഒരു അധികാരത്തിൽ വരാനുള്ള സാധ്യത ഇല്ലല്ലോ. ഉടൻ തന്നെ ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ സാധ്യതയില്ല. അപ്പോൾ ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF. ഇപ്പോൾ നിൽക്കുന്ന അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് UDFനാണ്. ഇപ്പോഴത്തെ സർവേകളും പഠനങ്ങളും, പക്ഷേ നിലമ്പൂരിലെ വിജയവും ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളും ആരോഗ്യവകുപ്പിലും വനം വകുപ്പിലും ഒക്കെ നടക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്, ഒരു അപ്പർ എഡ്ജ് ഉള്ളത് UDFനാണ്. പിന്നെ അവർ കുറേ ഹോംവർക്കൊക്കെ ചെയ്യുന്നു. ലീഗുകാർ പുതിയ ആളുകളെ നിർത്തുമെന്ന് പറയുന്നു. യുവാക്കൾക്ക് ഒരുപാട് പ്രാതിനിധ്യ മരുന്നുകൾ കൊടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ലിസ്റ്റ് വരുന്നു. അപ്പോൾ വലിയ സന്നാഹമാണ് കോൺഗ്രസ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ്. പിന്നെ തമ്മിലടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അവർക്ക്. അത് കുറച്ച് കഴിഞ്ഞാൽ അടിക്കാം, 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് സമയമുണ്ട്, നമുക്ക് അടിക്കാം. പക്ഷേ എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ VD സതീശൻ വരുമോ? ഒന്നാമത്തെ ചോദ്യം. അതിന് കൂടെ കട്ടയ്ക്ക് ആരുണ്ട്?
നമ്മൾ ഈ ക്രിക്കറ്റ് കാണിക്കുമ്പോഴാണ് ആരാണ് സെഞ്ചുറി അടിക്കുക, സച്ചിൻ അടിക്കുമോ അല്ലെങ്കിൽ തൊട്ടടുത്ത ക്യാപ്റ്റൻ അടിക്കുമോ, അടുത്ത ആളടിക്കും, ആരാണ് സെഞ്ചുറി അടിക്കുക എന്നുള്ളൊരു താല്പര്യമുണ്ട്, അല്ലെങ്കിൽ സിക്സ് ആരടിക്കും എന്നുള്ളത് കാണാനൊരു താല്പര്യമുണ്ട് കളിക്ക്. ഒരേ നല്ല ബലാബലമുള്ള ഒരേ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഒരു ഭയങ്കരമായി എല്ലാ കഴിവുകളുള്ള ഒരുപാട് കളിക്കാർ ഒരു ടീമിൽ വരുമ്പോഴാണ് ഈ സംശയം വരുന്നത്, അല്ലേ പിന്നെ സംശയമില്ല. അപ്പോൾ എന്തായാലും വി.ഡി. സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, ഞാൻ പറഞ്ഞ പോലെ പിന്നെ നമ്മുടെ KPCC പ്രസിഡന്റുമാർ 2 പേരുണ്ട്, മുരളീധരനുണ്ട്, പിന്നെ വിട്ടുപോയൊരു പേരാണ് KC വേണുഗോപാൽ. ഈ ഒരു ഒത്തുതീർപ്പ് കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാൽ ഇറങ്ങുമോ എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. അങ്ങനെ വളരെ വിചിത്രമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇനി ചിത്രം തെളിയാൻ കുറച്ചുകൂടി സമയമെടുക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അറിയാൻ പറ്റും അവരാരെയാണോ നിർത്തുന്നത്, അതിൽ മുതിർന്ന ആളായിരിക്കും. ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റി അംഗം അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗം ആരെങ്കിലുമൊക്കെ മത്സരിക്കുകയാണെങ്കിൽ അവരായിരിക്കും, അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി അറിയും, നമുക്കറിയാൻ പറ്റും. കോൺഗ്രസിനെ സംബന്ധിച്ച് ചിലപ്പോൾ അറിയലും പ്രാധാന്യം പ്രശ്നമാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മത്സരിക്കുകയും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാം എന്ന് പറഞ്ഞ് രണ്ട് ടീമും കൂടി തമ്മിൽ അടിയുണ്ടാക്കിയതിൻ്റെ കൂടി ഭാഗമായിട്ട് കൂടെയാണ് ജനങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കൂ, നിങ്ങൾ വെറുതെ ഇരിക്കൂ, ബാക്കി പിണറായി തന്നെ ഭരിക്കട്ടെ എന്നുള്ള നിലയിലേക്കൊരു, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ച കിട്ടുമായിരുന്നു. അത് സരിതാ വിവാദമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് കിട്ടുമായിരുന്നു. പക്ഷേ അത് കിട്ടാതെ പോയത് ചെറിയ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ എന്താണെന്നിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, പക്ഷേ കുറേ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ആരായിരിക്കും സെക്രട്ടേറിയറ്റിൽ നിന്ന് നമ്പർ 1 സ്റ്റേറ്റ് കാറിൽ കേരളം മുഴുക്കെ സഞ്ചരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ ഈ പറഞ്ഞ 6, 7, 8 പേരുകളിൽ ഒതുങ്ങുന്നതാണ്. അതിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം 3-4 പേരുകളാണുള്ളത്. ഇപ്പുറത്തെ സംബന്ധിച്ച് ഒരു 5 6 പേരുണ്ട്. എന്തായാലും 10 പേരിൽ ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് നമുക്ക് നിശ്ചയമായും കണിശമായും കണക്ക് കൂട്ടാം.